പ്രവാസികളെ സംബന്ധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയുകയും പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ആ വീഡിയോ ഉപകാരപ്രദമായി എന്നുള്ളതിൽ ഞാനും സന്തോഷവാനാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് കിടക്കും. 2025 ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. പ്രവാസികൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും എന്ന് കരുതിയ ഒരു ബഡ്ജറ്റാണ്. പക്ഷെ അതൊന്നും തന്നെയും ഇല്ലാതായിപ്പോയി. കേവലം എല്ലാവരും നോക്കിയത് 12 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ടായല്ലോ എന്നുള്ള വിഷയത്തിലേക്ക് മാത്രം ചർച്ചകൾ മാറിപ്പോയി. മാധ്യമങ്ങളും അത് മാത്രമായി ശ്രദ്ധിക്കുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണോ? അല്ല, 12 ലക്ഷം രൂപ വരെ പ്രതിവർഷം വരുമാനമുള്ളവർക്ക് ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു റിബേറ്റ് നൽകും. അതിലൂടെ ടാക്സ് നൽകേണ്ടി വരില്ല. പക്ഷേ 4 ലക്ഷം രൂപ മുതലാണ് നിങ്ങളുടെ പ്രതിവർഷ വരുമാനമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഈ ഡിസ്കൗണ്ട് റിബേറ്റുമൊക്കെ എന്ന് വേണമെങ്കിലും ഒഴിവാക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. പ്രവാസികൾക്ക് കിട്ടാതെ പോയ പ്രത്യേകിച്ച് ഇൻഡെക്സേഷൻ ടാക്സ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ഇന്നും 18% GST അടയ്ക്കേണ്ടി വരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് സെയിൽ ചെയ്യുമ്പോഴുള്ള ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൽ പ്രവാസികളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൽ നിന്ന് പ്രവാസികളെ ഒഴിവാക്കിയപ്പോൾ ഒരു പ്രവാസിക്ക് കൂടുതലായി നൽകേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതായത് 2024 വരെ നാട്ടിലുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രവാസിയാണെങ്കിലും ലാൻഡ് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ടാക്സ് ഒരേപോലെ ആയിരുന്നു. പക്ഷേ 2024 ബഡ്ജറ്റിന് ശേഷം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്നൊരു കാര്യം ഒഴിവാക്കി. എന്താണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്? അതായത് ഒരാൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി 20 വർഷം മുമ്പ്. ഇന്ന് അദ്ദേഹം അത് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ വാല്യൂ, ആ 10 ലക്ഷം രൂപയുടെ വാല്യൂ 50 ലക്ഷമായി. അതായത് 40 ലക്ഷമാണ് അതിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ അതിനൊരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ സേവ് ചെയ്യുകയാണെങ്കിലോ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ ഒക്കെ നമ്മുടെ ഈ 10 ലാക്സ് 20 വർഷത്തിനുള്ളിൽ വളർന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഒരു പക്ഷേ 10 ലാക്സിൻ്റെ വാല്യൂ 40 ലാക്സ് ആയിരിക്കാം ഉണ്ടാവുക. അപ്പോൾ എക്സ്ട്രാ ഒരു സെയിൽ ചെയ്തപ്പോൾ, ലാൻഡ് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത് 10 ലാക്സ് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ എമൗണ്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ 10 ലാക്സിൻ്റെ 20% മാത്രമായിരുന്നു നേരത്തെ നമുക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ശ്രദ്ധിക്കുക, ടോട്ടൽ എമൗണ്ട് 50 ലാക്സ് ആയിരുന്നു. അതിൽ 40 ലാക്സ് ഇൻഫ്ലേഷനുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് കിട്ടി. ബാക്കി പോകുന്ന 10 ലക്ഷം രൂപയ്ക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. അത് 20% എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നു. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒഴിവാക്കിയിട്ട് സ്ട്രേറ്റ് ടാക്സ് എല്ലാവർക്കും വന്നത്. 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ ആ കിട്ടിയ വാല്യൂ ആണ് നമ്മുടെ പ്രോഫിറ്റ്. അതായത് 50 ലാക്സ് മൈനസ് 10 ലാക്സ് ഈസ് ഈക്വൽ ടു 40 ലാക്സ്. ആ 40 ലാക്സിൻ്റെ 12.5% നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നൊരു നിയമമാണ്. അപ്പോൾ അങ്ങനെ നാട്ടിലുള്ള ആളുകളും സംഘടനകളും പ്രതിനിധികളും പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കുകയും വീണ്ടും ഇത് പുനർചിന്തനം വരുത്തുകയും ഇതിൽ നിന്നും നാട്ടിലുള്ളവർക്ക് വീണ്ടും പഴയ പോലെ ഒരു ഓപ്ഷൻ വെച്ചു. ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് വേണമെങ്കിൽ ആ ഒരു നിയമത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ നിയമം, ഇതിൽ രണ്ടിൽ ഏത് വേണം എന്നുള്ളത് നാട്ടിലുള്ളവർക്ക്, അതായത് RI റെസിഡന്റ് ഇന്ത്യനെ തീരുമാനിക്കാം എന്നുള്ളതാണ്. പക്ഷേ NRIക്ക് ഇപ്പോഴും ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ കഥയിലേക്ക് പോവുകയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ലാൻഡ് വിൽക്കുമ്പോൾ 50 ലാക്സ് നമ്മൾ വിൽറ്റു. എഗെയിൻ നമുക്ക് കിട്ടിയ ഈ 40 ലാക്സ് ഉണ്ടല്ലോ, ആ 40 ലാക്സിൻ്റെ 12.5% നമ്മൾ ടാക്സ് അടയ്ക്കണം. അതായത് ശരിക്കും പറയുമ്പോൾ ഒരു വലിയ എമൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെയും നാട്ടിലുള്ള ഒരാൾക്ക് 2 ലക്ഷം രൂപ ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോൾ പ്രവാസിക്ക് 5 ലക്ഷം രൂപ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, നമ്മൾ ഈ പറഞ്ഞ കണക്കിൽ മാത്രം. അപ്പോൾ വലിയൊരു ലാൻഡ് സെയിലൊക്കെ, അതായത് വലിയൊരു പ്രോപ്പർട്ടിയൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഈ ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒഴിവാക്കിയതിലൂടെ പ്രവാസികൾക്ക് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യത്തിനൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് GST എന്ന് പറഞ്ഞാൽ 18%. ഇൻഷുറൻസിൽ നിന്നെങ്കിലും തീർച്ചയായിട്ടും എല്ലാവരെയും, അത് NRI എന്നോ RI എന്നോ ഒന്നുമില്ല, എല്ലാവരെയും ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അവിടെയും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രവാസികൾക്ക് ഒരു അന്തരം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിലനിൽക്കുകയാണ് ഇപ്പോഴും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാതെ പോയൊരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് പല പ്രവാസികൾ നമ്മോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ
എന്തെങ്കിലും നേട്ടങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിട്ടുണ്ടോ പ്രവാസിക്കും ചോദിക്കുമ്പോൾ ശരിക്കും പ്രവാസികളുടെ പേര് പറയാതെ പോയൊരു ബഡ്ജറ്റാണ്. പ്രവാസികളെ പറ്റി ഒരക്ഷരം മിണ്ടാതെ പോയ ബഡ്ജറ്റാണ്. ഒരു കാര്യം പോലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം പ്രവാസിക്കോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ പറഞ്ഞു പോയിട്ടില്ല, ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യും, ഇതൊക്കെ വിഷയമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പാർലമെന്റിൽ ഈ വിഷയം ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ MP അവതരിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ പ്രേമചന്ദ്രൻ MP അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആളുകളൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുകയും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ കണ്ട് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി.